ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന 2015 പുറത്തിറങ്ങിയ രംഗിട്ട രംഗ എന്ന ഒരു കന്നഡ ക്രൈം ത്രില്ലർ മൂവിയാണ്. ഈ മൂവിന്റെ വൺ ലൈനർ നോക്കുവാണെങ്കിൽ, ഒരു ഗ്രാമത്തിൽ എല്ലാ കൊല്ലവും ഒരു ഗർഭിണി പെണ്ണ് കാണാതാവും. അങ്ങനെ കാണാതാവുന്ന പെണ്ണുങ്ങളെ എത്രയൊക്കെ അന്വേഷിച്ചാലും ആർക്കും കണ്ടെത്താൻ കഴിയില്ല. ഗ്രാമത്തിൽ നടക്കുന്ന ഈ ഒരു കാര്യത്തിന് കാരണം അങ്കണ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആത്മാവാണെന്ന് അവിടുത്തെ നാട്ടുകാർ വിശ്വസിക്കുന്നു. അങ്ങനെയിരിക്കുന്ന സമയത്താണ് ഗർഭിണിയായ ഭാര്യനെയും കൊണ്ട് നമ്മുടെ നായകൻ ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. അതിനുശേഷം നായകന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറേയധികം കാര്യങ്ങൾ പറയുന്ന ഒരു ഹൊറർ മൂവിയാണ്. അപ്പൊ ഇതിന് പുറകിലുള്ള മർമ്മം എന്താണ്, ആ ഗ്രാമത്തിലേക്ക് എത്തിയതിനു ശേഷം നായകന്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാവണമെങ്കിൽ ഈ വീഡിയോ സ്കിപ്പാക്കാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് അധികം സമയം കളയാതെ നേരെ സ്റ്റോറി നോക്കാം. ജൂലൈ 7, 2002 ഒരു കൊച്ചു ഗ്രാമം കാണിച്ചുകൊണ്ടാണ് മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ രാത്രി നേരത്ത് നന്നായിട്ട് മഴയെല്ലാം പെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയം ഗ്രാമത്തിലെ ഒരു വഴിയിലൂടെ ഒരു കാർ അങ്ങനെ വരുവാണ്. ഈ കാർ ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഗർഭിണി പെണ്ണാണ്. അവളാണെങ്കിൽ അവളുടെ ഭർത്താവിനോട് ഫോൺ ചെയ്താണ് അങ്ങനെ കാർ ഓടിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. നേരം പാതിരാത്രി ആയതാ. കെയർഫുൾ ആയി പെട്ടെന്ന് വീട്ടിലേക്ക് എത്താൻ നോക്കുന്ന ഈ സമയത്ത് അവളുടെ ഭർത്താവ് ഫോണിലൂടെ അവളോട് പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഭർത്താവിനോട് സംസാരിച്ച് അങ്ങനെ കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ പെട്ടെന്ന് അവളുടെ കാറിന് മുമ്പിലേക്ക് ഒരു രൂപം വന്ന് നിൽക്കുവാണ്. ഈ ഒരു കാഴ്ച കണ്ട് അവൾ ആകെ പേടിക്കുന്നു. അങ്ങനെ അവള് കാർ നിർത്തി വിളിക്കുന്ന സമയം പെട്ടെന്ന് ആ രൂപ അവിടുന്ന് കാണാതാവുകയാണ്. ഇതേ സമയം തന്നെ ഈ കാര്യങ്ങളെല്ലാം ഫോണിലൂടെ കേട്ട അവളുടെ ഭർത്താവാണെങ്കിൽ എന്താ പറ്റിയെന്ന് അവളോട് ചോദിക്കുന്നു. ഏട്ടാ, ഞാൻ കാർ ഓടിച്ച് വന്നപ്പോ പെട്ടെന്ന് മുമ്പിൽ ഒരു രൂപം കണ്ടു. ഇപ്പൊ നോക്കുമ്പോ ആ രൂപത്തിനെ കാണുന്നുമില്ല. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. അങ്ങനെ അവൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട അവളുടെ ഭർത്താവ്, ഒന്നുമില്ല, നീ പേടിക്കണ്ട, നീ എവിടെ ഉള്ളതെന്ന് പറ, പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് എത്താം. ഇത് കേട്ട അവൾ എവിടെയുള്ളതെന്നുള്ള കാര്യം പറയാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ പെട്ടെന്ന് കോള് കട്ടാവുന്നു. ഈ ഒരു കാര്യം കൂടി ആവുമ്പം അവൾ വീണ്ടും പേടിക്കുവാണ്. പെട്ടെന്ന് വണ്ടി എടുത്ത് ഇവിടുന്ന് പോവാന്ന് വിചാരിച്ച് ആ പേടിയോടുകൂടി അവള് കാർ സ്റ്റാർട്ടാക്കാൻ നോക്കുന്നു. എന്നാൽ സ്റ്റാർട്ട് ആവുന്നില്ല. ഇതേ സമയം തന്നെ നേരത്തെ വന്ന ആ രൂപം വീണ്ടും ആ കാറിന്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് ആ കാർ അടിച്ചു പൊട്ടിച്ച് അതിനകത്തുണ്ടായിരുന്ന അവളെ ആക്രമിക്കുവാണ്. അങ്ങനെ ഈ സമയത്ത് ആ സീനോടെ കട്ടാക്കി രംഗിട്ട രംഗ എന്ന് പറയുന്ന മൂവിന്റെ ടൈറ്റിലേക്ക് കാണിക്കുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായി ഇപ്പൊ പ്രസന്റ് സിറ്റുവേഷൻ, അതായത് 2013 സന്ധ്യ എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റും അവളുടെ ഫ്രണ്ടായ ബാലുവും കൂടി ഒരു പബ്ലിഷറെ കാണാൻ വേണ്ടി എത്തിയിരിക്കുവാണ്. റീസെന്റ് ആയിട്ട് സന്ധ്യ ഒരു നോവൽ വായിച്ചായിരുന്നു. ആ നോവൽ അവൾക്ക് ഒരുപാട് ഇഷ്ടമായി. അത് എഴുതിയ ആ ഓതറെ ഒന്ന് കാണണമെന്ന് അവൾക്ക് വല്ലാതെ ആഗ്രഹം ഉണ്ടായിരുന്നു. സോ ആ നോവൽ പബ്ലിഷ് ചെയ്ത അതിന്റെ പബ്ലിഷറെ ഒന്ന് കാണുവാണെങ്കിൽ അതിന്റെ ഓതറിലേക്ക് അവൾക്ക് എത്താൻ കഴിയും. അങ്ങനെ ഇപ്പൊ അയാളുടെ അഡ്രസ് കിട്ടുമെന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് ഇയാളുടെ അടുത്തേക്ക് സന്ധ്യ ബാലുവിനെയും കൂട്ടിക്കൊണ്ട് എത്തിയത്. ഇവരെ കാണാൻ വന്നിരിക്കുന്ന ഈ പബ്ലിഷർ കുറച്ച് റഫായിരുന്നു. അതുകൊണ്ട് തന്നെ വന്ന കാര്യം നടക്കുമെന്നുള്ളതില് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല എന്ന് ഈ സമയത്ത് ബാലു സന്ധ്യനോട് പറയുന്നുണ്ട്. എന്തായാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമെന്നും പറഞ്ഞ് സന്ദീപ് ബാലുവിനെയും കൊണ്ട് അയാളെ കാണുന്നു. അങ്ങനെ അയാളോട് ആ ഓതറിന്റെ അഡ്രസ്സൊക്കെ തരണമെന്നും പറഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ടെങ്കിലും ആ ഓതറിന്റെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ തരാൻ കഴിയില്ല എന്ന് ഈ സമയത്ത് പബ്ലിഷർ പറയുന്നു. എന്നാൽ സന്ധ്യയ്ക്ക് അയാളെ ഒന്ന് കാണണമെന്ന് അത്ര അധികം ആഗ്രഹം ഉണ്ടായിരുന്നല്ലോ. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആ പബ്ലിഷറെ പറ്റിച്ച് ആ ഓതറിന്റെ അഡ്രസ് എല്ലാം കളക്ട് ചെയ്ത് സന്ധ്യയും ബാലും കൂടി അവിടെ ഇറങ്ങുന്നു. അങ്ങനെ ആ സീനോട് കട്ടായി അടുത്ത സീനിലെ ഗൗതം എന്ന് പറയുന്നത് നമ്മുടെ നായകനെ കാണിക്കുന്നു. ഓൾറെഡി നായകന്റെ കല്യാണം എല്ലാം കഴിഞ്ഞതാണ്. നായകന്റെ വൈഫിന്റെ പേര് ഇന്ദു ഇപ്പൊ പ്രഗ്നന്റ് ആണ്. ഭാര്യനോടൊപ്പം നമ്മുടെ നായകൻ ഇപ്പൊ ഊട്ടിയിലാണ് താമസം. കുറച്ചിന് മുമ്പ് കാണിച്ച സന്ധ്യ എന്ന് പറയുന്ന ആ പെൺകുട്ടി ഒരു റൈറ്ററെ അന്വേഷിക്കുന്നതായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ റൈറ്ററും മറ്റാരുമല്ല നമ്മുടെ നായകനാണ്. പൊതുവെ റൈറ്റേഴ്സിനല്ല അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ലല്ലോ. അതേപോലെ ഒരാളാണ് നായകനും. ഇതേ സമയം നമ്മുടെ നായകൻ അവരുടെ വീട്ടില് ഹരണി എന്ന് പറയുന്ന ഒരു ഡയറി ഇരിക്കുന്നത് കാണുന്നു. അങ്ങനെ ഭാര്യനോട് ഇതാരുടെ ഡയറിയും ചോദിച്ചുകൊണ്ട് നായകനെ എടുക്കുവാണ്. അത് തൊട്ടപ്പുറത്തെ വീട്ടിലെ പെണ്ണിന്റെയാണ്. അത് അവളുടെ പേഴ്സണൽ ഡയറിയാണ്. അതെടുത്ത് വായിക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് ഈ സമയത്ത് അവന്റെ ഭാര്യയാണെങ്കിൽ ആ ഡയറി അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്യുന്നു. അതിന് നായകനോട് നീ പുതിയതായിട്ട് എഴുതാൻ പോകുന്ന നോവലിന്റെ കവർ പേജ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞ് ആ തയ്യാറാക്കി വെച്ച കവർ പേജ് എല്ലാം ഇന്ദു അവനെ കാട്ടിക്കൊടുക്കുന്നു. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. നോവലിന് ടൈറ്റിൽ എന്ത് കൊടുക്കും? രംഗിട്ട രംഗ എന്ന് കൊടുക്കാന്ന് ഈ സമയത്ത് ഇന്ദു അവനോട് പറയുവാണ്. കൊള്ളാം, ടൈറ്റിലും അടിപൊളി. അപ്പൊ നമുക്കിത് ഫിക്സ് ചെയ്യാന്ന് ഇത് കേട്ട് നായകൻ പറയുന്നു. അടുത്ത സീനില് നായകൻ ബൈക്കിൽ എവിടെയൊക്കെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനൊരു അപകടം സംഭവിക്കുന്നു. ഈ സമയം ഉറങ്ങിക്കിടക്കുന്ന ഇന്ദു ഞെട്ടി എഴുന്നേക്കുവാണ്. ആക്ച്വലി ഇത് അവള് കണ്ടൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഇപ്പൊ ഈ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുന്ന അവള് അവിടുന്ന് എഴുന്നേറ്റ് വന്ന് കുറച്ച് വെള്ളം എല്ലാം കുടിക്കുവാണ്. അവളെങ്ങനെ എഴുന്നേറ്റ് പോകുന്ന കണ്ടിട്ട് ഈ സമയം നായകൻ എഴുന്നേക്കുന്നു. എന്നിട്ട് അവളോട് നിനക്ക് എന്താ പറ്റിയും ചോദിക്കുവാണ്. ഒന്നുമില്ലടാ, ഞാനൊരു ദുസ്വപ്നം കണ്ടു, അത്രേ ഉള്ളൂ, അതൊന്നും കാര്യമാക്കണ്ട, വന്ന് കിടക്കാൻ നോക്കുന്ന ഈ സമയത്ത് നായകൻ പറയുമ്പോ, എടാ നിനക്കറിയാലോ എന്റെ കുടുംബക്ഷേത്രത്തിലെ അച്ഛന്റെ അമ്മേന്റെ മരണത്തിന് ശേഷം ഒരു പൂജയും നടത്തിയിട്ടില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ കുടുംബത്തിന് വലിയ ദോഷങ്ങളുണ്ടെന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോ ജ്യോത്സ്യം പറഞ്ഞായിരുന്നു. ഇപ്പൊ പോലും ഞാൻ കണ്ട ആ സ്വപ്നം ആ ദോഷം കൊണ്ടുണ്ടായതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനധികം പറയുന്നു, എന്റെ വയറ്റിലുണ്ടായിരുന്ന ആദ്യത്തെ കുഞ്ഞ് നഷ്ടമായില്ലേ, ഇത് നമ്മുടെ രണ്ടാമത്തെ ബേബിയല്ലേ. കുടുംബത്തിനുള്ള ആ ദോഷം കൊണ്ട് ഈ കുഞ്ഞിനെയും നിന്നെയും എനിക്ക് നഷ്ടപ്പെട്ടാലോ എന്ന് എനിക്ക് പേടിയുണ്ട്. നിനക്ക് ഇതിലൊന്നും വിശ്വാസമില്ല എന്നറിയാം. എന്നാൽ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും നീ ഇതിന് സമ്മതിക്കണം. നമുക്ക് വേണ്ട പരിഹാര പൂജകളെല്ലാം ചെയ്യണം. നായിക ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്ത് ചോദിക്കുന്ന സമയം പറ്റില്ല എന്ന് പറയാൻ നായകന് തോന്നുന്നില്ല. അങ്ങനെ നായകൻ അവളൊരു സന്തോഷമല്ലേ വലുതെന്ന് വിചാരിച്ച് അതിനൊക്കെ പറയുന്നു. അങ്ങനെ ആ സീനിനെ കട്ടെ അടുത്ത സീനിലെ സന്ധ്യന്റെ ഫ്രണ്ടായ ബാലു
ബാലുവിനെ കാണിക്കുന്നു. ഇപ്പൊ ബാലുവിന്റെ കല്യാണം എല്ലാം കഴിയുവാണ്. അങ്ങനെ കല്യാണത്തിന് ശേഷം 2-3 ദിവസം കഴിയുമ്പോൾ ബാലു അയാളുടെ ഭാര്യനെയും കൂട്ടിക്കൊണ്ട് ഒരു ഹണിമൂണിന് പോകുന്നു. ഊട്ടിയിലേക്കാണ് യാത്ര. അവര് ഊട്ടിയിലേക്കാ പോകുന്നതെന്ന് അറിയുന്ന സമയം സന്ധ്യ അവരോടെ പോവാണ്. കാരണം അന്ന് സന്ധ്യ കളക്ട് ചെയ്ത ആ ഓതന്റെ അഡ്രസ് ഊട്ടിയിലായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. കാരണം നായകൻ അവിടെ ഇല്ല താമസം. അങ്ങനെ ഇപ്പൊ ഇവരുടെ കൂടെ പോവുകയാണെങ്കിൽ അവിടെ ചെന്ന് അയാളെ പറ്റി അന്വേഷിച്ച് അയാളെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഈ ഒരു പ്ലാനിംഗ് ഒക്കെ ആയിട്ട് സന്ധ്യ അവരുടെ കൂടെ അവിടേക്ക് വരുന്ന അതേ സമയം തന്നെ നായകന്റെ ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ വേണ്ടി നായകനെയും കൂട്ടിക്കൊണ്ട് നായകൻ ഇതേ സമയം നാട്ടിലേക്ക് വണ്ടി കയറുന്നു. അതായത് അവരെ ഗ്രാമത്തിലേക്ക് പോകുന്നു. അടുത്ത സീനിൽ അവർ ആ ഗ്രാമത്തിലേക്ക് റീച്ച് ആവുകയാണ്. അങ്ങനെ ആ ഗ്രാമത്തിലൊരു വഴിയിലൂടെ രാത്രി സമയം വണ്ടിയിൽ അവരങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ഇന്ദു ആണെങ്കിലും വണ്ടിയുടെ മുമ്പിൽ ഒരു രൂപം കാണുന്നു. അങ്ങനെ അവിടെ നിലവിളിക്കുവാണ്. ഈ മൂവിയുടെ സ്റ്റാർട്ടിങ്ങില് ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വന്ന ഒരു ഗർഭിണി പെണ്ണ് ഇതുപോലത്തെ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നല്ലോ. അതേപോലെ ഈ ഗ്രാമത്തിലെ തന്നെ ഇതേ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു അന്ന് ആ കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിപ്പോ പ്രസന്റിൽ ഈ കാര്യം ഇന്ദു മാത്രമേ കാണുന്നുള്ളൂ. അതേത് ആ രൂപത്തിന് നായകനെ കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ നിലവിളിക്കുമ്പോ പെട്ടെന്ന് നായകൻ വണ്ടി നിർത്തുന്നു. എന്നിട്ട് കാര്യം ചോദിക്കുമ്പോൾ അവൾ ഇങ്ങനെ കാര്യം പറയുവാണ്. എന്നിട്ട് എനിക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. നീ ചുമ്മാ ഓരോ കാര്യം മനസ്സിലായിട്ട് ഇങ്ങനെ ആലോചിച്ചിട്ട് അതെല്ലാം നിനക്ക് തോന്നുന്നതായിരിക്കും. ഇങ്ങനെല്ലാം പറഞ്ഞ് നമ്മുടെ നായകൻ അവളെ സമാധാനിപ്പിക്കുന്നു. എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന സമയത്ത് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല. ഇതെന്തു കൊപ്പ വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. ഈ രാത്രി സമയത്ത് ഒരു ഹെൽപ്പ് ചോദിക്കാൻ പോലും ഇവിടെ ആരുമില്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുന്നൊക്കെ നായകൻ എങ്ങനെ ആലോചിക്കുന്നു. ഈ പാതിരാത്രി സമയത്ത് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ടും കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ നായകനെയും വണ്ടിയിൽ ഇറക്കി നായകൻ അവിടെ നിന്ന് അങ്ങനെ നടക്കാൻ തുടങ്ങുവാണ്. അവർക്ക് എത്തേണ്ട സ്ഥലം അവിടെ അടുത്ത് തന്നെയായിരുന്നു. അങ്ങനെ ഇപ്പൊ ആ ഡയറക്ഷനിലേക്ക് നടന്ന് അവർ ആ വീട്ടിലെത്തുന്നു. ലഗേജും കാര്യങ്ങളൊക്കെ മോർണിംഗ് വന്ന് എടുക്കാന്നുള്ള രീതിയിൽ വണ്ടിയിൽ വെച്ചിട്ടാണ് നായകൻ നായികനെയും കൂട്ടിക്കൊണ്ട് അവിടേക്ക് നടന്നു പോയത്. അങ്ങനെ ഇപ്പൊ അവർ രണ്ടുപേരും അവിടേക്ക് റീച്ചായ അതേ സമയം തന്നെ കണ്ണൊന്നും കാണാൻ കഴിയത്തില്ല മുത്തശ്ശിനെ കണ്ട് നായിക അവിടെ വെച്ച് വല്ലാതെ പേടിക്കുന്നു. ഈ വീടിന്റെ താക്കോൽ എടുക്കാൻ വേണ്ടി വന്ന അവിടുത്തെ പഴയ വേലക്കാരിയായിരുന്നു അത്. അങ്ങനെ ഇപ്പൊ ആ ചാവിയും വാങ്ങി വാതിൽ തുറന്ന് അവർ വീട്ടിൽ കയറുന്നു. ഇന്ന് മുഴുവൻ യാത്രയായിരുന്നല്ലോ. അതിന്റെ ഒരു ഭയങ്കര ടയർഡായിരുന്നു. അങ്ങനെ ഇപ്പൊ ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് അവർ പെട്ടെന്ന് തന്നെ കിടക്കുകയും ചെയ്യുവാണ്. അങ്ങനെ ആ സീനോടൊക്കെ അടുത്ത ദിവസം രാവിലെ നായകൻ കണ്ണു തുറക്കുമ്പോൾ ഇന്നലെ രാത്രി കൂടെ കിടന്നിരുന്ന നായകനെ കാണുന്നില്ല. ഇതിവളോടെ പോയെന്ന് വിചാരിച്ച് നായകൻ ആകെ ഒന്ന് ടെൻഷൻ ആവുന്നു. അങ്ങനെ വീടിന്റെ മുറ്റത്തേക്ക് വന്ന് നോക്കുന്ന സമയം നായിക അവിടെയുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരുവാണ്. പ്രഗ്നന്റ് ആയിരിക്കുന്ന ഈ സമയത്താണോ നീ ഇങ്ങനത്തെ ജോലികളെല്ലാം ചെയ്യുന്നതെന്ന് ചോദിച്ച് ഇത് കാണുന്ന നായകൻ അവളെ വഴക്ക് പറയുന്നു. അത് പിന്നെ രാവിലെ എഴുന്നേറ്റ് ഞാൻ നിനക്ക് ചായ വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ പൈപ്പിൽ വെള്ളം വരുന്നില്ല. ഉറങ്ങിക്കിടന്ന് നിന്നെ ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചാണ് കുറച്ച് വെള്ളം കോരാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് വന്നതെന്ന് ഈ സമയം നായിക പറയുന്നു. ഇനി വെള്ളമൊന്നും കോരണ്ട, ഞാൻ കോരിത്തരാം. ഇങ്ങനെയും പറഞ്ഞ് അവളെ മാറ്റാൻ നോക്കുവാണ് നായകൻ. ഇതേ സമയം തന്നെ കാല് വഴുതി അവൾ ആ കിണറ്റിലേക്ക് വീഴാൻ തുടങ്ങുന്നു. ഭാഗ്യം കൊണ്ട് നമ്മുടെ നായകൻ എങ്ങനെ അവിടെ പിടിച്ച് കയറ്റുവാണ്. കണ്ടില്ലേ, ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്ത അപകടം ഉണ്ടാവുന്നു. ഇനി ഇങ്ങനത്തെ പരിപാടിയൊന്നും മേലെ ചെയ്തേക്കില്ലെന്നും പറഞ്ഞ് നായകൻ അവളെ കുറെ വഴക്കും പറയുന്നു. അത് നീ കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് നായകൻ അവനകത്ത് കൂടെ കിടത്തുവാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ചു നേരം കഴിയുമ്പോൾ നായകനെ കാണാൻ വേണ്ടി അവിടേക്ക് വെള്ളം ധരിച്ച ഒരു വ്യക്തി എത്തുവാണ്. ഇയാളുടെ പേര് കലിംഗ എന്നാണ്. ഇയാൾ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ ആയിരുന്നു. അങ്ങനെ ഇപ്പൊ അവിടേക്ക് എത്തി അയാളുടെ നായകനെ പരിചയപ്പെടുന്നു. അങ്ങനെ ആ സീനോടെ കട്ടായ അതേ സമയം ഊട്ടിയിലേക്ക് എത്തിയ സന്ധ്യയെ കാണിക്കുവാണ്. അവിടുത്തെ പോസ്റ്റ് ഓഫീസിലെത്തി നായകന്റെ അഡ്രസ് എല്ലാം കാട്ടിക്കൊടുത്ത് നായകനെ പറ്റി എല്ലാം ആൾ അന്വേഷിക്കുകയാണ്. അങ്ങനെ സന്ധ്യ മനസ്സിലാക്കുകയാണ് ആ ഓദർ ഇപ്പൊ അവിടെ ഇല്ല. എന്തൊരു ആവശ്യവുമായിട്ട് ബന്ധപ്പെട്ട് അയാളുടെ നാട്ടിലേക്ക് പോയതാണെന്ന്. അങ്ങനെ ഇപ്പൊ അവനെ എത്ര വേഗം കാണാനുള്ള ആഗ്രഹം കൊണ്ട് സന്ധ്യ ആ അഡ്രസ്സും കളക്ട് ചെയ്യുന്നു. എന്നിട്ട് അവിടെയെങ്കിൽ അവിടെ പോയി കണ്ടിട്ടേ ഉള്ളൂ എന്ന് അവൾ പ്ലാൻ ചെയ്യുവാണ്. അങ്ങനെ ആ സീനോടെ കട്ടായ അടുത്ത സീനിൽ നമ്മുടെ നായകൻ ആ ഗ്രാമത്തിലുള്ള റഫീഖ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കാണുന്നു. ഈ റഫീഖാണ് ഇവിടെ എത്തിയ നായകന് അവിടുത്തെ താമസവും കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കി കൊടുത്തത്. ഇപ്പൊ നായകൻ പോയിട്ട് റഫീഖിനെ ചുമ്മാ ഒന്ന് മീറ്റ് ചെയ്യുവാണ്. ഈ സമയത്ത് റഫീഖ് പറയുവാണ്, സാറെ കാണാൻ നല്ല ഭംഗിയുള്ള ഗ്രാമമാണ് ഇത്. പക്ഷെ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ വിചിത്രമാണ്. അങ്കണ്ണ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു ഇവിടെ. നാടകത്തിലെല്ലാം വേഷം കെട്ടി ആടുന്ന ഒരു വ്യക്തിയാണ് അയാള്. കുറെ നാളുകൾക്ക് മുമ്പ് അയാൾ ആത്മഹത്യ ചെയ്ത് മരിച്ചു. അതിനുശേഷം അയാളുടെ ആത്മാവ് ഗതി കിട്ടാതെ ഈ ഗ്രാമത്തിൽ അലിഞ്ഞു നടക്കുന്നതായിട്ടാണ് പറയുന്നത്. അതിന്റെ ഭാഗമായി ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാറുണ്ട്. അങ്ങനെ റഫീഖ് ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്ത് നായകനൊന്നും വലിയ കാര്യമാക്കുന്നില്ല. കാരണം നായകൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വാസമില്ലായിരുന്നു. അങ്ങനെ ആ സീനോടെ കട്ടെ അടുത്ത സീനില് നമ്മുടെ നായകൻ അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററായ കലിംഗന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഇനി കുറച്ചാൾ നായകൻ ഈ ഗ്രാമത്തിലായിരിക്കുമല്ലോ. സോ നായകൻ എഴുതിക്കൊണ്ടിരിക്കുന്ന നോവലിന്റെ കഥകളെല്ലാം ആ പബ്ലിഷർക്ക് നായകൻ പോസ്റ്റൽ ത്രൂ ആയിരുന്നു അയച്ചു കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഇവിടുത്തെ പോസ്റ്റ് മാസ്റ്ററായ കലിംഗനെ കണ്ട് ഇവിടെ അതിനുവേണ്ട സെറ്റപ്പുകളെല്ലാം കുറച്ചാളത്തേക്ക് എനിക്ക് സെറ്റാക്കി തരണമെന്നൊക്കെ നായകൻ പറയുന്നു. കലിംഗ ഓൾറെഡി ഇയാളുമായിട്ട് പരിചയപ്പെട്ടായിരുന്നല്ലോ. ആ ഒരു പരിചയം കൊണ്ട് തന്നെ വേണ്ട എന്ത് ഹെൽപ്പും ചെയ്തു തരാമെന്ന് കലിംഗ ഈ സമയത്ത് ഉറപ്പും കൊടുക്കുന്നു. അങ്ങനെ അവർ ആ കാര്യങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ ആ ഗ്രാമത്തിലുണ്ടായിരുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്റർ അവിടേക്ക് വരുവാണ്. ഇതേതാ കണ്ടുപരിചയമില്ലാത്ത പുതിയൊരാളെന്ന് ഈ സമയത്ത് എച്ചം നായകനെ കണ്ട് കലിംഗനോട് ചോദിക്കുന്നു. അപ്പൊ കലിംഗൻ നായകനെ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ നായകൻ വീട്ടിൽ എന്തോ ഒറ്റയ്ക്കാണ്, ഞാൻ അങ്ങോട്ട് പോട്ടെ എന്നും പറഞ്ഞ് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോകുന്ന സമയത്ത് വഴിയിൽ വെച്ച് നമ്മുടെ നായകനാണെങ്കിൽ ഇപ്പൊ നായകൻ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആ വീട്ടിലെ ക്ലീനിങ് ജോലികളെല്ലാം ചെയ്യുന്ന ജോലിക്കാരനെ കാണുവാണ്. അങ്ങനെ ഇപ്പൊ അവരെ കണ്ട സമയം നായകൻ അവരോട് പറയുന്നുണ്ട്, എന്റെ വർക്കിന്റെ ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് പലപ്പോഴും പുറത്തു പോകേണ്ടി വരും. ആ സമയം പ്രഗ്നന്റ് ആയ എന്റെ വൈഫ് വീട്ടിൽ തനിച്ചായിരിക്കും. അപ്പൊ നിങ്ങളുടെ ഒരു കണ്ണ് വേണമെന്ന്. ഇത് കേട്ടാ ലേഡി ശരി ആയിക്കോട്ടെ സാറേ എന്ന് പറയുന്നു. അത് ഞാൻ ലേഡീനെ പറഞ്ഞു വിട്ടിട്ട് നായകനോടൊന്ന് വണ്ടി എടുത്ത് പോകാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ഏതൊരു വ്യക്തി വന്ന് നായകനെ ആക്രമിക്കുവാണ്. ഇയാളെ ഇങ്ങനെ ആക്രമിക്കാനുണ്ടായ കാരണം എന്താണെന്ന് നായകൻ ഈ സമയത്ത് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് ആക്രമിച്ച അയാളെ നായകൻ അങ്ങോട്ടും ആക്രമിക്കുന്നു. എന്നാൽ അയാൾ ആക്രമിക്കാനുണ്ടായ കാരണം ഒന്നും നായകന് മനസ്സിലായില്ല. നായകൻ അങ്ങോട്ട് ആക്രമിക്കാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാണ്. അത് കഴിഞ്ഞ് പരിക്കുപറ്റി നമ്മുടെ നായകൻ ആശുപത്രിയിലേക്ക് എത്തി മുറിവിലെല്ലാം മരുന്ന് വെച്ച് കിട്ടുന്നു. ഈ സമയത്ത്
നായകൻ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ആരായിരിക്കും അയാള്? എന്തിനായിരിക്കും അയാൾ എന്നെ വെറുതെ ആക്രമിച്ചത്? അപ്പൊ റഫീഖ് പറഞ്ഞ പോലെ ഈ ഗ്രാമത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ എന്തൊക്കെയോ മിസ്റ്റേക്കിലായിട്ട് നായകന് ഫീൽ ചെയ്യാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതേ സമയം വീട്ടിലുള്ള നായകനെ കാണിക്കുവാണ്. ഈ സമയം അവൾക്ക് ആ വീട്ടിൽ എന്തൊക്കെയോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ അന്ന് ഈവനിങ് വീട്ടിലേക്ക് എത്തിയ നായകനോട് നായിക ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുവാണ്. നായകനും ഇപ്പൊ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ളതായിട്ട് മനസ്സിലായല്ലോ. ഇത്ര നാളോ അതിലൊന്നും വിശ്വാസം കാണിക്കാത്ത നായകൻ ഇപ്പൊ അതിനെപ്പറ്റി എന്തെങ്കിലും അവളോട് പറഞ്ഞ അവളും വല്ലാതെ പേടിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം നായകൻ അവളിൽ നിന്ന് ഹൈഡ് ചെയ്യുകയാണ്. അങ്ങേക്കുന്ന ആ സമയം തന്നെയായിരുന്നു ആ ഗ്രാമത്തിലെ ഉത്സവം നടക്കുന്നത്. നായകനെന്ന് പരിചയപ്പെട്ട ഹെഡ് മാസ്റ്ററും പിന്നെ കലിംഗ എന്ന് പറയുന്ന വ്യക്തിയും വിളിച്ചിട്ട് നായകൻ ആ ഫംഗ്ഷനിൽ മറ്റും ഡിയമന്റെ അവിടേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ അവിടെ വെച്ച് നമ്മുടെ നായകൻ ആ നാടിന്റെ തലവനെ പരിചയപ്പെടുന്നു. ഈ സമയം അയാൾ നായകനോട് പറയുന്നുണ്ട്, ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളെല്ലാം നടക്കാറുള്ളതാണ്. നിങ്ങളൊരു എഴുത്തുകാരനായോണ്ട് പറയുക, ദൈവീത് അതെല്ലാം നിങ്ങളെ നോവലിലേക്ക് എഴുതി അതൊക്കെ പുറം ലോകത്തെ അറിയിച്ച് ഞങ്ങളുടെ ഈ നാട്ടിലെ പ്രശ്നം ഗുരുതരാക്കരുത്. അങ്ങനെ അയാൾ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം കേൾക്കുന്ന സമയത്ത് ഇയാൾ എന്തെങ്ങനെയെല്ലാം സംസാരിക്കുന്നു എന്ന് നായകൻ ആലോചിക്കുന്നു. അടുത്ത സീനിൽ നമ്മുടെ നായകൻ ആ ഫംഗ്ഷനിൽ വെച്ച് തന്നെ പോസ്റ്റ് മാസ്റ്ററോടും ഹെഡ് മാസ്റ്ററോടും ഈ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുന്നു. അങ്ങനെ അവരെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയം തന്നെ അവിടെ കൂടി ഒരു വ്യക്തി അങ്ങനെ നടന്നു പോവുകയാണ്. ഈ സമയം നായകൻ അയാളുടെ കാലിലേക്ക് ശ്രദ്ധിക്കുന്നു. അയാളുടെ ഒരു കാലില് വലിയൊരു മുറിവ് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് കണ്ട് നായകൻ ഉറപ്പിക്കുന്നു, അപ്പൊ ഇയാളാണ് ഇന്നലെ തന്നെ ആക്രമിക്കേണ്ടി വന്ന വ്യക്തിയെന്ന്. കാരണം നായകൻ അയാളെ തിരിച്ചാക്രമിക്കുന്ന സമയം അയാളുടെ ഒരു കാലിന് പരിക്ക് വരുന്നുണ്ടായിരുന്നു. അത് നായകൻ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്തതാണ്. അങ്ങനെ ഇപ്പൊ എന്തായാലും ഇയാളെ പിടികൂടാൻ വേണ്ടി നായകൻ ഈ സമയം പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റ് അയാളുടെ പുറകെ പോകുന്നതായിട്ട് കാണിക്കുന്നു. അങ്ങനെ ആ സീനോട് കട്ടെ അതേ സമയം വീട്ടിൽ തനിച്ചുള്ള നായകനെ കാണിക്കുന്നു. ഈ രാത്രി സമയത്ത് അവൾ അങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ അന്ന് തോന്നിയ പോലെ എന്തൊക്കെയോ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ അവൾക്ക് വീണ്ടും ഫീൽ ചെയ്യാൻ തുടങ്ങുന്നു. അപ്പൊ സമയം രാത്രി കൂടിയല്ലേ. ഈ ഒരു കാര്യം കൊണ്ട് നമ്മുടെ നായികയാണെങ്കിൽ വല്ലാതെ പേടിക്കുവാണ്. വീടിന്റെ പല ഭാഗത്തു നിന്നും ഇതേ സമയം അവൾ എന്തൊക്കെ സൗണ്ടുകളെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ആ സൗണ്ട് കേട്ട ഒരു ഭാഗത്തേക്ക് അവൾ അങ്ങനെ ചെന്ന് നോക്കുന്ന സമയം അവൾ അവിടെ ഒരു രൂപം കാണുന്നു. അങ്ങനെ രൂപം കണ്ടത് അവൾ വല്ലാതെ പേടിക്കുവാണ്. ഇതേ സമയത്ത് അവളുടെ കയ്യിൽ ഒരു റാന്തലുണ്ടായിരുന്നു. അങ്ങനെ രൂപം കണ്ട് അവൾ പേടിച്ചു ഓടുന്ന സമയം പെട്ടെന്ന് കയ്യിലുണ്ടായിരുന്ന റാന്തൽ താഴെ വീഴുന്നു. അങ്ങനെ അതിൽ നിന്ന് തീ പടർന്ന് ആ തീ അവളുടെ ഡ്രസ്സിലേക്ക് പിടിക്കുകയാണ്. ഇതേ സമയം എന്തൊരു ദൈവഭാഗ്യം കൊണ്ട് നായകൻ അവിടേക്ക് എത്തിയിട്ട് ഈ കാഴ്ച കാണുന്നു. അങ്ങനെ നായകൻ അവളെ സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവളെ ബെഡ്റൂമിൽ കൊണ്ട് കിടത്തി നായകൻ ഒരുപാട് ആശ്വസിക്കുവാണ്. അവളിപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടു മാറിയിട്ടില്ല. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, നമ്മൾ എന്ത് പൂജകൾ ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയത് അത്രയും വേഗം ചെയ്തു തീർക്കണം, അല്ലെങ്കിൽ ഇനി ഇതുപോലുള്ള അനർത്ഥങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമെന്ന്. ഈ സമയത്ത് അവളെ കൂളാക്കാൻ വേണ്ടി ഇതെല്ലാം നിനക്ക് തോന്നുന്നതാണ്, ഇത് നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ടെന്നും പറഞ്ഞ് അവൻ അവളോട് സംസാരിക്കുന്നു. അതുപോലെ നിനക്ക് ആകെ വയ്യ, അതുകൊണ്ട് ഞാൻ ഡോക്ടറെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് നായകൻ ഡോക്ടറെ കൂട്ടാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങുവാണ്. ഈ സമയം നായിക പറയുന്നുണ്ട്, രോഗം എനിക്ക് പേടിയാണ് തനിച്ചിരിക്കാൻ, അതുകൊണ്ട് നീ ഇപ്പൊ പോകണ്ടാന്ന്. എടി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ, നീ ഭയപ്പെടാതെ ഇവിടെ ഇരിക്കും, ഞാൻ പെട്ടെന്ന് ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് നായകൻ അവിടുന്ന് അങ്ങനെ ഇറങ്ങുവാണ്. നായകൻ പോയി കുറച്ചു നേരം കഴിയുമ്പോഴേക്കും വീണ്ടും നേരത്തെ പോലെ തന്നെ ആ വീട്ടിൽ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ തുടങ്ങുന്നു. നായിക അതെല്ലാം കേട്ട് വീണ്ടും പേടിക്കുന്നു. ഇതേ സമയം തന്നെ വീടിന്റെ സീലിംഗില് അവൾ നേരത്തെ കണ്ട ആ രൂപം ഇരിക്കുന്നത് അവളിപ്പോ കാണുവാണ്. അങ്ങനെ പേടിച്ചു വിറച്ച് അവൾ വീണ്ടും അലറി വിളിക്കുന്നു. ഇതേ സമയം തന്നെ സീലിംഗിന്റെ അവിടെ ഇരുന്ന് ആ രൂപം നായികനെ ആക്രമിക്കാൻ വേണ്ടി അവളെ നേരെ വരുവാണ്. അടുത്ത സീനിൽ നമ്മുടെ നായകനാണെങ്കിൽ ഡോക്ടറെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് എത്തുന്നു. അപ്പൊ നായകനെ വീട്ടിലെങ്ങും കാണുന്നില്ല. അവൾക്ക് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാക്കി നമ്മുടെ നായകൻ പെട്ടെന്ന് തന്നെ അവിടുത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് കംപ്ലൈന്റ് ചെയ്യുന്നു. നായകൻ പ്രഗ്നന്റ് ആയിരുന്ന ഭാര്യ മിസ്സായെന്നും പറഞ്ഞുകൊണ്ട് ഇത്ര സീരിയസ്നെസ്സോടെ ഈ കാര്യങ്ങളെല്ലാം പറയുന്ന സമയത്തും അവളുടെ എസ് ഐ ആണെങ്കിൽ അത് ഭയങ്കര കെയർലെസ് ആയിട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കാണുന്ന നായകനാകെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും ഈ ഒരു അവസ്ഥയിലല്ല നായകൻ. അതുകൊണ്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് എന്നെ ഇതിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്യണമെന്നൊക്കെ നായകൻ പറയുകയാണ്. എന്നാൽ നായകൻ ഇത്രയൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടും അയാൾ ഒരു ആക്ഷനും എടുക്കാതെ ഇങ്ങനെ കെയർലെസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഘട്ടത്തിൽ നായകന് ദേഷ്യം വരുന്നു. അങ്ങനെ നായകൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കുവാണ്. അങ്ങനെ ആ സീനോട് കട്ടെ അടുത്ത സീനില് സന്ധ്യ എന്ന് പറയുന്ന പെണ്ണിനെ കാണിക്കുന്നു. അവളെ നായകൻ അന്വേഷിച്ച് ഈ നാട്ടിലേക്ക് എത്തിയിരിക്കുവാണ്. ഇവിടേക്ക് റീച്ച് ആയ ഉടനെ തന്നെ അവളെ നേരെ എത്തുന്നത് അവിടുത്തെ പോസ്റ്റ് ഓഫീസിലേക്കായിരുന്നു. അവിടെ നായകന്റെ അഡ്രസ് കാണിച്ച് നായകൻ അങ്ങനെ ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയാണ് അവള് തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ ആയ കലിംഗനെ കണ്ട് നായകന്റെ അഡ്രസ് കാണിച്ച് അവള് നായകനെ പറ്റി അന്വേഷിക്കുന്നു. സാർ ഒരു ഫേമസ് ആളായതുകൊണ്ട് തന്നെ ആളെ പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും പറയാൻ കഴിയില്ല. ഇനി നിങ്ങൾക്ക് ആളെ പറ്റി കൂടുതൽ മനസ്സിലാക്കിയേ തീരുമെന്നാണെങ്കിൽ ഞാൻ ആദ്യം അദ്ദേഹത്തിനോടൊന്ന് സംസാരിക്കട്ടെ. അദ്ദേഹം ഓക്കെ പറയുവാണെങ്കിൽ അദ്ദേഹത്തിനെ കാണാനുള്ള ഏർപ്പാട് ഞാൻ ഉണ്ടാക്കി തരാമെന്നൊക്കെ ഈ സമയത്ത് കലിംഗ അവളോട് പറയുവാണ്. ഇത് കേട്ട സന്ധ്യയാണെങ്കിൽ എന്നാ ശരി ഞാൻ പോയിട്ട് നാളെ വരാം, സാർ ഒന്ന് അന്വേഷിച്ച് വെച്ചാൽ മതി എന്നും പറഞ്ഞ് അങ്ങനെ അവിടുന്ന് പോകുന്നു. അടുത്ത സീനിൽ പോലീസ് സ്റ്റേഷനിലുള്ള നായകനെ വീണ്ടും കാണിക്കുന്നു. തൊട്ട് മുമ്പത്തെ സീനിൽ നായകൻ പോലീസുകാരുമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു കാര്യം കൊണ്ട് തന്നെ പോലീസുകാർ നായകനെ എടുത്തിട്ട് പെരുമാറിയിരിക്കുവാണ്. അങ്ങനെ ഇപ്പൊ തല്ലെല്ലാം കൊണ്ടിരിക്കുന്ന നായകൻ വിഷമം കൊണ്ട് ഒരുപാട് കരയുന്നു. സാർ നിങ്ങൾക്ക് എന്നോടുള്ള ദേഷ്യം എല്ലാം മാറിയില്ലേ, ഇനിയെങ്കിലും ഞാൻ പറയുന്നത് കേക്ക്, എന്റെ ഭാര്യനെ ഒന്ന് അന്വേഷിക്കാനൊക്കെ നായകൻ അങ്ങനെ അവരുടെ കാല് പിടിച്ച് പറയുന്ന സമയം പാവം തോന്നിയ എസ് ഐ ആണെങ്കിൽ ശരി ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യാമെന്നും പറഞ്ഞ് അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നു. അങ്ങനെ പോലീസുകാർ അവളെ പറ്റി അന്വേഷിക്കുന്ന സമയത്താണ് അവരൊരു ഞെട്ടിക്കുന്ന കാര്യം അറിയുന്നത്. നായകൻ നായികനെയും കൊണ്ട് അതായത് അവന്റെ ഭാര്യനെയും കൊണ്ട് ഈ നാട്ടിലേക്ക് എത്തി എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. എന്നാൽ ഇവിടെയുള്ള ഒറ്റ ആൾക്കാരും നായകന്റെ കൂടെ നായികനെ കണ്ടിട്ടില്ല. അങ്ങനെ നായകനോട് വേണ്ട ഹെൽപ്പുകളെല്ലാം ചെയ്തു കൊടുത്ത റഫീഖിന്റെ അടുത്തും പിന്നെ അവിടുത്തെ ക്ലീനിങ് ജോലികളെല്ലാം ചെയ്യുന്ന ജോലിക്കാരന്റെ അടുത്തും ആ പോലീസുകാർ എന്ന് ചോദിക്കുന്നുണ്ട് നായകന്റെ ഭാര്യനെ പറ്റി. എന്നാൽ അവരാരും നായകന്റെ കൂടെ അയാളുടെ ഭാര്യ ഉള്ളതായിട്ട് കണ്ടിട്ടില്ല. നായകൻ കൂടെ ഭാര്യ ഉണ്ടെന്ന് അവരോട് പറഞ്ഞിട്ടേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം കേട്ട് ആകെ ഡൗട്ട് തോന്നിയ പോലീസുകാരാണെങ്കിൽ നായകന്റെ ഹിസ്റ്ററി ഒക്കെ ശരിക്കും ഒന്ന് അന്വേഷിക്കുന്നു. അങ്ങനെ അവര് കാര്യങ്ങളെല്ലാം കണ്ടെത്തുവാണ്.
അടുത്ത സീനിൽ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ട് അവിടെയുള്ള നായകനോട് കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. ഹലോ മിസ്റ്റർ, 6 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയ്ക്കും ഒരു അപകടം നടന്നു. ആ അപകടത്തിൽ നിങ്ങളുടെ ഭാര്യ മരിച്ചുപോയി. ആ സമയത്ത് നിങ്ങളുടെ തലയ്ക്ക് പറ്റിയ വലിയൊരു പരിക്കുകൊണ്ട് ഇപ്പോഴും നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ജീവിച്ചിരിപ്പുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഹാലുസിനേറ്റ് ചെയ്യുന്നതാണ്. സോ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഈ നാട്ടിലേക്ക് നിങ്ങൾ തനിച്ചാണ് വന്നത്, അല്ലാതെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഭാര്യ വന്നിട്ടില്ല. സോ മിസ്റ്റർ, നിങ്ങൾ നിങ്ങളുടെ പ്രാന്തം മാറ്റി വെച്ച് ഇവിടുന്ന് ഇറങ്ങി പോവാൻ നോക്ക്. ചുമ്മാ ഞങ്ങളുടെ സമയം കൂടി കളയാതെ എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ അങ്ങനെ നായകനെ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. അങ്ങനെ ഇപ്പൊ അവിടുന്ന് ഒന്നും മിണ്ടാതെ ഇറങ്ങി പോരുന്ന നമ്മുടെ നായകനാണെങ്കിൽ അടുത്ത സീനിൽ വണ്ടിയിൽ വന്നിരുന്ന് ഒരുപാട് കരയുന്നു. അടുത്ത സീനിൽ അന്ന് നായകനെ ആക്രമിച്ച ആ വ്യക്തിയെ കാണിക്കുകയാണ്. ഇയാൾ ആ നാടിന്റെ തലവന്റെ ആളായിരുന്നു. നായകൻ എന്തിനു വേണ്ടിയാണ് അയാളെ ആളെ വിട്ട് കൊല്ലാൻ ശ്രമിച്ചതെന്ന് ഈ സമയത്ത് നമ്മൾ ആലോചിക്കും. അത് നമുക്ക് വഴിയെ നോക്കാം. അങ്ങനെ സീനോടൊക്കെ അടുത്ത സീനിൽ നമ്മുടെ നായകനാണെങ്കിൽ പോസ്റ്റ് മാസ്റ്ററെ ഹെഡ് മാസ്റ്ററെ വന്ന് കാണുന്നു. എന്നിട്ട് സ്റ്റേഷനിൽ നടന്ന ഈ കാര്യങ്ങളെല്ലാം അവരോട് തുറന്നു പറയുകയാണ്. നായകനോടേക്ക് എത്തിയ സമയത്ത് ഇവന്റെ കൂടെ ഭാര്യയുണ്ടെന്ന് ഇവൻ പറഞ്ഞുള്ള അറിവേ അവർക്കും ഉണ്ടായിരുന്നുള്ളൂ. അവരും നായകനെ കണ്ടിട്ടില്ലായിരുന്നു. ഈ ഒരു കാര്യം കൊണ്ട് തന്നെ അവരും ആകെ കൺഫ്യൂഷനായി അങ്ങനെ ഇരിക്കുകയാണ്. ഈ ഒരു കാര്യത്തിൽ എന്ത് നായകനോട് പറയണമെന്നറിയാതെ. അങ്ങനെയിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ നായകൻ അന്ന് അവനെ ആക്രമിച്ച ആ വ്യക്തിയെ വഴിയിൽ വെച്ച് കാണുവാണ്. അങ്ങനെ ഇപ്പൊ അവനെ പിടിക്കണമെന്ന് വിചാരിച്ച് നായകൻ അവന്റെ പുറകെ ഓടുന്നു. എന്നാൽ ഇപ്രാവശ്യവും നായകൻ അയാളെ പിടിക്കാൻ കഴിയുന്നില്ല. അടുത്ത സീനിൽ നമ്മുടെ സന്ധ്യനെ കാണിക്കുന്നു. അവിടെ ഇപ്പോ പോസ്റ്റ് മാസ്റ്റർ ഹെൽപ്പോടെ നായകനെ കണ്ടെത്തി. ജേർണലിസ്റ്റായ സന്ധ്യ ഇവിടേക്ക് എത്തിയത് നായകനെ ഒന്ന് കണ്ട് അവനെ പരിചയപ്പെടാനും അവനൊരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയായിരുന്നു. എന്നാൽ ഇപ്പൊ ഭാര്യനെല്ലാം നഷ്ടമായി. നായകൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലല്ലേ ഉള്ളത്. ഈ ഒരു സമയത്ത് എങ്ങനെയാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്ന് സന്ധ്യ ആലോചിക്കുന്നു. നായകൻ പറയുന്നതെല്ലാം കള്ളമാണ്. നായകൻ ഒറ്റയ്ക്കാണ് ഈ നാട്ടിലേക്ക് എത്തിയത്. നായകനെ കൂടെ നായകന്റെ ഭാര്യ ഇല്ലായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോലീസുകാർ പറഞ്ഞുകൊണ്ട് എല്ലാരും അങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ്. എന്നാൽ നായകൻ ഈ കാര്യങ്ങളെല്ലാം ഇപ്പൊ അവനെ അന്വേഷിച്ചെത്തിയ സന്ധ്യയോട് പറയുന്ന സമയം സാറിന് എനിക്ക് നല്ല വിശ്വാസമാണ്, അതുകൊണ്ട് സാറിന്റെ കൂടെ ഞാൻ നിൽക്കാം, ഈ കേസിൽ ഞാൻ സാറിനെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ സന്ധ്യ ഇപ്പൊ അവനോട് പറയുന്നു. ഇത് കേട്ട സമയത്ത് നായകന് വല്ലാതെ ആശ്വാസം തോന്നുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സന്ധ്യ ആണെങ്കിൽ ആ പോലീസുകാർ പറഞ്ഞ പോലെ 6 കൊല്ലങ്ങൾക്ക് മുമ്പ് നായകൻ അങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നിട്ടുണ്ടായിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയല്ല അവളുടെ ഫ്രണ്ടായ ബാലുവിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയാണ്. അങ്ങനെ ആ ഒരു രീതിക്കും അന്വേഷണം പോവുകയാണ്. അതിൽ നായകന്റെ കൂടെ ഇറങ്ങി സന്ധ്യയും വേണ്ട രീതിയിൽ അന്വേഷിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു ഘട്ടത്തിൽ അവർ വീണ്ടും ആ നാടിന്റെ തലവന്റെ ആ ഗുണ്ടയില്ലേ, അതായത് നായകനെ അന്ന് ആക്രമിച്ച വ്യക്തി അയാളെ വീണ്ടും അവിടെ വെച്ച് കാണുന്നു. അങ്ങനെ ഇപ്പോഴും നായകൻ അയാളെ പിടിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയം അയാളാണെങ്കിൽ നായകനെ വീണ്ടും ആക്രമിക്കാൻ തുടങ്ങുന്നു. ഈ സമയം നായകനാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് അവനെ പിടികൂടി അവന് നല്ല തല്ലുകൊടുത്ത് അവനെ കൊണ്ട് കാര്യങ്ങളെല്ലാം പറയിപ്പിക്കുകയാണ്. അതായത് എന്തിനു വേണ്ടിയാണ് ഒരു കാര്യമില്ലാതെ ഇവൻ നായകൻ ഇങ്ങനെ ആക്രമിക്കാൻ നോക്കുന്നതെന്ന്. സംഭവം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ നാടിന്റെ തലവൻ ആ നാട്ടിൽ ആരും അറിയാതെ ഒരുപാട് ഇല്ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. റൈറ്ററായ നായകൻ ഒരു പക്ഷെ അതെല്ലാം കണ്ടെത്തി പുറം ലോകത്തെ അറിയിച്ചാലോ എന്ന് പേടിച്ചാണ് നായകനെ തീർക്കാൻ വേണ്ടി ആ വ്യക്തി അയാളുടെ ഇയാളെ പറഞ്ഞു വിട്ടത്. നായകനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്ത സമയം അയാൾ ഇതിനെപ്പറ്റി നായകനോട് നൈസായിട്ട് എന്ന് പറഞ്ഞ് നായകനെ വരട്ടെന്നായിട്ട് പറയുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ ഇപ്പൊ ഇയാളെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം പറയിച്ചപ്പം നായകൻ ആ കാര്യങ്ങളെല്ലാം കണക്ട് ആയി. അങ്ങനെ ഇപ്പൊ അയാളോട് നമ്മുടെ നായകൻ ചോദിക്കുവാണ്, ശരി ഇപ്പൊ എന്റെ ഭാര്യ എവിടെ ഉണ്ടെന്ന്. ഇത് കേട്ട അയാള്, ഞാൻ നിങ്ങളുടെ ഭാര്യയൊന്നും പിടിച്ചോണ്ട് പോയിട്ടില്ല. പിന്നെ ഞാൻ മറ്റൊരു കാര്യം പറയാം, ഈ ഗ്രാമത്തിൽ വർഷാവർഷം ഓരോ ഗർഭിണി പെണ്ണുങ്ങളെ വെച്ച് കാണാതാവാറുണ്ട്. ഈ കൊല്ലത്തെ ഏരാ നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം, അതായിരിക്കും അവളെ കാണാതെ പോയെന്ന് അയാൾ പറയുന്നു. ഇത് കേട്ടത് നായകൻ ആകെ പേടിക്കുന്നു. അന്ന് റഷീദ് എന്ന് പറയുന്ന വ്യക്തി ഇതിനെപ്പറ്റി നായകനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, അതായത് ഈ നാട്ടിൽ വിചിത്രമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ടെന്നൊക്കെ. ഇങ്ങനെ കാണാതായ പെണ്ണുങ്ങളെ ഒന്നും പിന്നീട് കണ്ടെത്താനും ആർക്കും കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതെ നായകൻ ആകെ സങ്കടപ്പെടുന്നു. അടുത്ത സീനിൽ സന്ധ്യനെയും കൂട്ടിക്കൊണ്ട് നായകൻ ആ പോസ്റ്റ് മാസ്റ്ററെയും ഹെഡ് മാസ്റ്ററെയും പോയി മീറ്റ് ചെയ്യുന്നു. എന്നിട്ട് അവരോട് ഈ കാര്യങ്ങളെ പറ്റി എല്ലാം പറയുകയാണ്. ഈ സമയം ഹെഡ് മാസ്റ്റർ അതിന് പുറകിലുള്ള കഥകളെ പറ്റിയെല്ലാം നായകനോട് പറയാൻ തുടങ്ങുന്നു. ഈ നാട്ടിൽ കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് അങ്കണ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു. ആ നാട്ടിൽ നടന്നുകൊണ്ടിരുന്ന നാടകത്തിലെല്ലാം വേഷം കെട്ടി ആടുന്നൊരു വ്യക്തിയായിരുന്നു അയാള്. അങ്ങനെയുള്ള അയാള് പെട്ടെന്നൊരിക്കല് സൂയിസൈഡ് ചെയ്യുകയുണ്ടായി. അങ്ങനെ അന്ന് മുതൽ ഈ നാട്ടിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ തുടങ്ങിയതാണ്. അത് അയാളുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇവിടെ അലയുന്നോണ്ടാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത്. എന്നാൽ ഇന്ന് വരെ അയാളുടെ മരണത്തിന് പിന്നിലുള്ള കാരണം ആരും അറിഞ്ഞിട്ടില്ല. അതിന്റെ ഭാഗമെന്നോണം എല്ലാ കൊല്ലവും ഈ നാട്ടില് ഓരോ ഗർഭിണി പെണ്ണുങ്ങളെ വെച്ച് കാണാതാവാറുണ്ട്. അതെല്ലാം സത്യം തന്നെയാണ്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കേട്ട നായകനും സന്ധ്യയും കൂടി അപ്പൊ ഇത്തരം നാളുകൊണ്ട് കാണാതായ ആ ഗർഭിണി പെണ്ണുങ്ങൾ എല്ലാം ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. അവരെ പറ്റി അന്വേഷിച്ചാൽ തീർച്ചയായിട്ടും ഇന്ദുവിനെ കണ്ടുപിടിക്കാനുള്ള എന്തെങ്കിലും ലീഡ് കിട്ടുമെന്നൊക്കെ വിചാരിക്കുന്നു. ആ കേസിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടി ഡയറക്റ്റ് ആയിട്ട് പോലീസുകാരുടെ അടുത്ത് ചെന്ന പോലീസുകാർ എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അന്ന് രാത്രി സമയം പോലീസുകാർ ഡ്യൂട്ടിക്ക് ഇറങ്ങിയ സമയം നോക്കി അവർ രണ്ടുപേരും കൂടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി. അവരറിയാതെ അവിടുത്തെ രേഖകളെല്ലാം അടിച്ചു മാറ്റുന്നു. അടുത്ത ദിവസം പോലെ അവർ അതും വെച്ച് അന്വേഷണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയിരിക്കുന്ന അതേ സമയം തന്നെ സന്ധ്യനെ അവളുടെ ഫ്രണ്ടായ ബാലു കോൾ ചെയ്യുന്നു. എടി, നീ അന്നൊരു കേസിനെ പറ്റി അന്വേഷിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ അന്വേഷിച്ചായിരുന്നു. നീ പറഞ്ഞില്ല 6 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ ഒരു കേസ് നടന്നായിരുന്നു. ആ അപകടത്തില് ഗൗതമിന്റെ വൈഫ് മാത്രമല്ല ഗൗതമും മരിച്ചു പോയായിരുന്നു. ഇത് കേട്ട് സന്ധ്യയാണെങ്കിൽ ആകെ ഷോക്ക് ആവുന്നു. ബാലു, നീ എന്താ ഈ പറയുന്നേ? നീ മരിച്ചുപോയി എന്ന് പറയുന്ന ഗൗതം ഇപ്പൊ എന്റെ കൂടെയുണ്ട്. നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരുന്ന ഓത്തനാണത്. എടി, നീ എന്താ ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വ്യക്തമായിട്ട് അന്വേഷിച്ചതാണ്. ആ അപകടത്തിൽ അവർ രണ്ടുപേരും മരിച്ചതായിട്ടാണ് റിപ്പോർട്ട്. അങ്ങനെ ഇപ്പൊ ഇതെല്ലാം കേട്ടാകെ ബ്ലാങ്കായി നമ്മുടെ നായികയാണെങ്കിൽ അടുത്ത സീനിലെ കാര്യങ്ങളെല്ലാം നായകനെ അറിയിക്കുന്നു. ഇതെല്ലാം കേട്ട് നായകൻ ആകെ ബ്ലാങ്ക് ആവുന്നുണ്ട്. എന്റെ ഭാര്യ മരിച്ചെന്ന് തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പുറമെയാണ് ഞാനും ഇതിൽ മരണപ്പെട്ടു എന്ന് പറയുന്നത്. ഇതേസമയം സന്ധ്യയോട് പറയുകയാണ്, നിങ്ങളുടെ ആ മരണത്തോടെ ഹരിണി എന്ന് പറയുന്ന ഒരു പെണ്ണിനെ കാണാതായിരുന്നു. ബാലു എന്നോട് പറഞ്ഞായിരുന്നു എന്ന്. ആരാണ് ആ പെൺകുട്ടി? താങ്കൾക്ക് അവളെ അറിയാവുന്ന സന്ധ്യ ചോദിക്കുന്നു.
ചോദിക്കുമ്പോൾ അവള് ഞങ്ങളുടെ വീടിന്റെ തൊട്ടപ്പുറത്ത് താമസിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയായിരുന്നു. അവളെ പറ്റി എനിക്ക് അധികം ഒന്നും അറിയത്തില്ല. പക്ഷെ അവളെ ഒരു ഡയറി എന്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ദുവാണ് അതിനെപ്പറ്റി എന്നോട് സംസാരിച്ചത്. ഇത് കേട്ട സന്ധ്യ, ശരി അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും അത് അവിടെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പോയി നോക്കാം, അതിൽ നിന്ന് എന്തെങ്കിലും ലീഡ് കിട്ടിയാലോ എന്നും പറഞ്ഞ് അങ്ങനെ നായകനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് എത്തി ആ ഡയറി എടുത്ത് വായിക്കുവാണ്. ഈ സമയത്താണ് മറ്റു കുറെ ടെസ്റ്റുകൾ റിവീൽ ആവുന്നത്. ഇപ്പൊ കാണാതായ നായകന്റെ ഭാര്യ ഇന്ദുവില്ലേ, അവളുടെ യഥാർത്ഥ പേര് ഹർണി എന്നായിരുന്നു. അവളുടെ ഡയറി ആയിരുന്നു ഇത്. ഹർണിന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു ഇന്ദുവും ഗൗതവും. അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവുമായിരുന്നു. അവർക്കായിരുന്നു കുടുംബക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ദോഷങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. അങ്ങനെ അവർ ആ സമയത്ത് നാട്ടിലേക്ക് പോയിട്ട് അതിനുവേണ്ട പ്രതിവിധി പൂജകളെല്ലാം ചെയ്യാൻ വേണ്ടി ഇരിക്കുമായിരുന്നു. ആ സമയത്ത് ഹരണി എന്ന് പറയുന്ന ആ പെണ്ണില്ലേ, അവൾ സിംഗിൾ ആയിരുന്നു. അതേസമയം നമ്മുടെ നായകനില്ലേ, നായകന്റെ പേര് ഗൗതം എന്നല്ലായിരുന്നു, അവന്റെ യഥാർത്ഥ പേര് സിദ്ധാർത്ഥ എന്നായിരുന്നു. അവൻ സന്ധ്യ എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവരുടെ ലൈഫ് എല്ലാം വളരെ സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥ ആണെങ്കിൽ ഒരു റൈഡ് പോവാണ്. അങ്ങനെ പോകുന്ന ആ സമയത്ത് അവനൊരു അപകടം പറ്റുന്നു. അവന്റെ ബൈക്കിലേക്ക് ഒരു കാർ വന്നിടിക്കുവാണ്. ആ കാറിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഹർണി എന്ന് പറയുന്ന നായികയും അവളൊരു കസിനും ആയിരുന്നു. അവളുടെ കസിന്റെ അശ്രദ്ധ കൊണ്ടാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായത്. അങ്ങനെ ആ അപകടത്തിൽ തല വന്ന് സ്റ്റിയറിംഗിൽ ഇടിച്ച് ഹർണിന്റെ കസിൻ മരിച്ചു പോകുന്നു. ഇതേസമയം സിദ്ധാർത്ഥിനും ഹർണിക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ടെങ്കിലും അവരെന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നു. അങ്ങനെ അപകടം പറ്റി കിടക്കുന്ന അവരെ ആരൊക്കെ കൂടി ആശുപത്രിയിൽ എത്തിക്കുന്നു. ആശുപത്രിയിലേക്ക് എത്തിയ സിദ്ധാർത്ഥിനെ ഗൗതം എന്ന പേരിലാണ് അവിടെ രജിസ്റ്റർ ചെയ്യുന്നത്. അങ്ങനെ കുറെ ദിവസത്തെ ചികിത്സയ്ക്കൊടുവില് നായകന് ബോധം തെളിയുന്നു. അപ്പൊ അവനാണെങ്കിൽ നടന്ന കാര്യങ്ങളൊന്നും ഓർമ്മയില്ലായിരുന്നു. അതായത് ഒരു പുതിയ മനുഷ്യൻ എങ്ങനെയാണോ അതേപോലെയായിരുന്നു നായകൻ. നായകന് മുമ്പേ ബോധം തെളിഞ്ഞ നായിക അവളുടെ പേര് ഇന്ദു എന്നും നായകന്റെ പേര് ഗൗതം എന്നും മാറ്റിയതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്തതാണ്. കാരണം ഹർണി എന്ന ഐഡന്റിറ്റി ഇരുന്ന അവള് ജീവിതകാലം മുഴുവൻ ഒരുപാട് ദുരിതം അനുഭവിച്ച് ജീവിക്കേണ്ടി വരുമായിരുന്നു. അങ്ങനെ പിന്നീട് അങ്ങോട്ട് നായിക ഇന്ദുവായി ഗൗതമിനെ നോക്കി അവന്റെ കൂടെ അങ്ങനെ ജീവിക്കാൻ തുടങ്ങുന്നു. നായിക അങ്ങനെ ചെയ്യാൻ മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. ശരിക്കും അന്ന് നായികന്റെ കൂടെ ആ അപകടം പറ്റിയപ്പോ കാറിലുണ്ടായിരുന്ന അവളെ കസിൻ ഇല്ലേ, അയാൾ ഇവിടെ ഭയങ്കര ടോർച്ചറിംഗ് ആയിരുന്നു. അവന്റെ ടോർച്ചറിംഗ് സഹിക്കാനാവാതെ അവനെ അപകടപ്പെടുത്തി അവനെ തീർക്കാൻ വേണ്ടി നായികയായിരുന്നു അങ്ങനെ ഒരു അപകടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോലീസ് അങ്ങനെ ആ കാര്യം കണ്ടെത്തിയാലോ അത് പണിയായാലോ എന്ന് വിചാരിച്ചാണ് നായിക ഹർണി എന്ന് പറയുന്ന ഐഡന്റിറ്റി ഒഴിവാക്കി ഇന്ദുവായി മാറിയത്. യഥാർത്ഥത്തിലുള്ള ഇന്ദുവിനും ഗൗതമിനും ഒരു കുടുംബദോഷം ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. ആ ഒരു കാരണം കൊണ്ട് തന്നെ അവരതിന്റെ പേരിൽ മരണപ്പെടുന്നുണ്ടായിരുന്നു. ആ ഒരു കാര്യം കൂടി സംഭവിച്ചപ്പോ നമ്മുടെ നായകനെയും കൊണ്ട് അവരുടെ ഐഡന്റിറ്റിയിലേക്ക് മാറിയതാണ്. അതിനുശേഷം പിന്നീട് അവരെ പോലെ അങ്ങനെ ജീവിച്ചു വരാൻ തുടങ്ങുന്നു. അങ്ങനെ ഇപ്പൊ പ്രസന്റ് ഡയറി എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോ നായകന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. കൂടെ ഇപ്പൊ സന്ധ്യ ഉണ്ടല്ലോ, ഈ കാര്യങ്ങളെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോ സന്ധ്യക്ക് ഒരു കാര്യം മനസ്സിലായി. അതെന്താണെന്നറിയാമോ, ഇപ്പൊ പ്രസന്റിൽ നമ്മുടെ നായകനായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള സിദ്ധാർത്ഥ ഇല്ലേ, അവനെ അപകടം പറ്റുന്നതിന് മുമ്പ് അവൻ പ്രണയിച്ചുകൊണ്ടിരുന്ന പെണ്ണില്ലേ സന്ധ്യ, ആ സന്ധ്യയാണിത്. അന്ന് ആ റൈഡിന് പോയ നായകനെ പിന്നീട് കാണാതായോണ്ട് അവനെ അവൾ ഒരുപാട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എന്നെ എങ്ങും കണ്ടെത്തിയില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കുറെ നാളുകൾക്ക് ശേഷം നായകൻ എഴുതുന്ന നോവലെല്ലാം കണ്ടപ്പോ അത് നഷ്ടപ്പെട്ടു പോയ തന്റെ കാമുകനായിരിക്കും എന്നല്ല അവൾക്കൊരു തോന്നല് തോന്നിയത്. അതുകൊണ്ടായിരുന്നു സന്ധ്യ ഇത്രയധികം കഷ്ടപ്പെട്ട് ഇവനെ തേടി ഇവിടേക്ക് വന്നത്. അങ്ങനെ ഇപ്പൊ നായകന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ മനസ്സിലാക്കുകയും ചെയ്തു, അവനെ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇവിടെ നായകനെ കണ്ടപ്പോ തന്നെ അവൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയായിരുന്നു. എന്നാൽ ഇതിന് പുറകിലെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നായകനെ കൂടെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞതെന്ന് ഈ കാര്യങ്ങളെല്ലാം അവള് കണ്ടെത്തിയത്. എന്നാൽ ഇപ്പോഴും നായകനോട് തുറന്നു പറഞ്ഞിട്ടില്ല സിദ്ധാർത്ഥ ഒന്ന് പ്രണയിച്ചുകൊണ്ടിരുന്ന പെണ്ണാണ് താനെന്ന്. ഇതേ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ അവന്റെ ഭാര്യനെ കണ്ടുപിടിക്കാൻ വേണ്ടി അങ്ങനെ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ന് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് കാണാതായ പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം അവർ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അത് വെച്ചാണ് ഇപ്പൊ നായകൻ അന്വേഷിക്കുന്നത്. അങ്ങനെ നായകൻ കണ്ടുപിടിക്കുന്ന ഒരു കാര്യം എന്താന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രാമത്തിൽ ആദ്യമായിട്ട് കാണാതായ പ്രഗ്നന്റ് ആയ പെണ്ണ് അവിടുത്തെ പോസ്റ്റ് മാസ്റ്ററായ കലിംഗന്റെ ഭാര്യയായിരുന്നു എന്ന്. അയാളുടെ ഭാര്യയ്ക്ക് തന്നെ ഇത്രയും വലിയൊരു കാര്യം നടന്നിട്ട് അയാൾ ഇതുവരെ ആ കാര്യം അത്ര ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് നായകനോട് പറഞ്ഞിട്ടില്ലായിരുന്നു. അങ്ങനെ ഇപ്പൊ നായകൻ ഈ കാര്യങ്ങൾ അറിഞ്ഞ അയാളുടെ അടുത്തേക്ക് എത്തി അയാളോട് അതിനെ പറ്റി ചോദിക്കുവാണ്. എന്നാൽ അയാളൊന്നും വിട്ടു പറയുന്നില്ല. അങ്ങനെ അയാളുടെ പെരുമാറ്റത്തിൽ നായകൻ എന്തോ ഡൗട്ട് അടിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അടുത്ത സീനിൽ നമ്മുടെ നായകൻ സന്ധ്യനെയും കൂട്ടിക്കൊണ്ട് നേരെ ഹെഡ് മാസ്റ്റർ വീട്ടിലേക്ക് എത്തി അയാളോട് കലിംഗനെ പറ്റി ചോദിക്കുവാണ്. കാരണം കലിംഗന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നല്ലോ ഈ ഹെഡ് മാസ്റ്റർ. അങ്ങനെ വരട്ടി കാര്യങ്ങളെല്ലാം ചോദിക്കുന്ന സമയം ഹെഡ് മാസ്റ്റർ പറയാൻ തുടങ്ങുന്നു. 12 കൊല്ലങ്ങൾക്ക് മുമ്പാണ് കലിംഗ കല്യാണം കഴിക്കുന്നത്. കല്യാണത്തിന് ശേഷം അയാളുടെ ഭാര്യനോടൊപ്പം വളരെ ഹാപ്പിയായി കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ജോലിയെല്ലാം കഴിഞ്ഞ അയാൾ വീട്ടിലേക്ക് എത്തുമ്പോൾ അയാൾ എഴുന്നേറ്റിരിക്കുന്ന കാഴ്ച കാണുവാണ്. അയാളുടെ ഭാര്യയുടെ മുറിയിൽ നിന്ന് ഏതൊരു വ്യക്തി പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്. അങ്ങനെ അയാൾ മനസ്സിലാക്കുന്നു അയാളുടെ ഭാര്യയ്ക്ക് മറ്റേതൊരു വ്യക്തിയുമായിട്ട് ഒരു ഇല്ലീഗൽ ബന്ധമുണ്ടെന്ന്. അങ്ങനെ ആ കാര്യത്തിനെ പറ്റി അയാൾ അവളോട് ചോദിക്കുന്ന സമയത്ത് അവള് കാര്യങ്ങളെല്ലാം തുറന്നു പറയുന്നു. ആ നാട്ടിലെ നാടകത്തിന് വേഷം കിട്ടി ആടുന്ന അങ്കണ്ണ എന്ന് പറയുന്ന ഒരു വ്യക്തിയില്ലേ, അയാളായിരുന്നു ആള്. അങ്ങനെ ഇതറിഞ്ഞതും ദേഷ്യം വരുന്ന കലിംഗയാണെങ്കിൽ ആദ്യം തന്നെ അയാളെ കൊന്നുകളയുന്നു. അതിനുശേഷം ഭാര്യനെ കെട്ടിയിട്ട് കുറെ നാൾ അവളെ ടോർച്ചർ ചെയ്യുന്നു. അങ്ങനെ അവളെയും കൊന്നുകളയുവാണ്. എന്ന് ഇവിടെയുള്ള ഈ സംഭവം എന്താ നോക്കിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ഭാര്യയ്ക്ക് അഫയർ ഉണ്ടായിരുന്നത് ആ അങ്കണ്ണ എന്ന് പറയുന്ന വ്യക്തിയായിട്ടായിരുന്നില്ല, അവിടെയുള്ള ഒരു ഡോക്ടറുമായിട്ടായിരുന്നു. എന്നാൽ കുറ്റം ചെയ്ത അങ്കണ്ണയാണെന്ന് വിചാരിച്ച് ആ പാവത്തിന് ഇയാൾ കൊന്നുകളഞ്ഞു. അതിൽ അയാളുടെ ഭാര്യനെയും കൊന്നു. പിന്നീട് അങ്ങോട്ട് എല്ലാ കൊല്ലവും ആ ഒരു സമയമാകുമ്പോൾ അതിന്റെ ഒരു ഓർമ്മയ്ക്ക് എന്നുള്ള രീതിയിൽ ഓരോരോ ഗർഭിണിയായ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഈ കലിംഗ വേഷം കെട്ടി, അതായത് അങ്കണ്ണനെ പോലെ വേഷം കെട്ടി അവരെ ടോർച്ചർ ചെയ്ത് കൊന്നുകളയും. അയാളുടെ ഭാര്യനെ അയാൾ കൊല്ലുന്ന സമയം അവള് പ്രഗ്നന്റ് ആയിരുന്നു. സോ എല്ലാ കൊല്ലം അങ്ങനെ ഗർഭിണികളായ പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് വന്ന് അവരെ തന്റെ ഭാര്യമാരെ പോലെ വിചാരിച്ച് ആ ഒരു രീതിയിൽ അയാൾ ടോർച്ചർ ചെയ്ത് കൊന്നുകളയുന്നത്. അങ്ങനെ ഇപ്പൊ എന്തായാലും നായകൻ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതായത് ഇപ്പൊ നായകന്റെ ഭാര്യനെയും പിടിച്ചോണ്ട് പോയിരിക്കുന്നത് അയാൾ തന്നെയാണെന്ന്. അങ്ങനെ ഇപ്പൊ അവളെ കണ്ടെത്താൻ വേണ്ടി നായകന് സന്ധ്യയും കണിഞ്ഞ് പരിശ്രമിക്കുവാണ്. അങ്ങനെ കുറ്റക്കാരനൊന്നും വിചാരിച്ചു
വിചാരിച്ച് അന്ന് കലിംഗ അങ്കണനെ കൊന്ന് കെട്ടി തൂക്കിയ സ്ഥലമില്ലേ, അവിടേക്ക് നായകനും സന്ധ്യയും കൂടി എത്തുവാണ്. ഈ സമയം അവർ വിചാരിച്ചോലെ തന്നെ ആ സ്ഥലത്ത് നായകന്റെ ഭാര്യനെ കലിംഗ കെട്ടി വെച്ചിരിക്കുവാണ്. എന്നിട്ട് അയാളെ ഭാര്യയോട് സംസാരിക്കുന്ന പോലെ അവളോട് സംസാരിച്ച് അവളെ അവിടെ വെച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും കറക്റ്റ് ആയിട്ട് അവിടേക്ക് എത്തിയ നമ്മുടെ നായകനാണെങ്കിൽ അയാൾ അതിൽ നിന്ന് തടയുവാണ്. ഇത് നിങ്ങൾ വിചാരിക്കുന്ന ഞങ്ങളുടെ ഭാര്യയല്ല, ഇവിടെ എന്റെ ഭാര്യയാണ്, അതുകൊണ്ട് ഇവളൊന്നും ചെയ്യില്ലെന്നും പറഞ്ഞ് നായകൻ അയാളെ തടയുന്ന സമയം അയാൾ നായകനെ ആക്രമിക്കുന്നു. അപ്പൊ ദേഷ്യം വന്ന് നമ്മുടെ നായകൻ അയാളെ ആക്രമിക്കുവാണ്. അങ്ങനെ അവർ തമ്മിൽ നല്ല മുട്ടൻ ഫൈറ്റ് ആവുന്നു. ആ ഫൈറ്റിനൊടുവിൽ നമ്മുടെ നായകൻ വേറെ നിവൃത്തിയില്ലാതെ കലിംഗനെ അവിടെ വെച്ച് കൊന്നു കളയുന്നു. അപ്പോഴേക്കും അവിടെയുള്ള നമ്മുടെ നായികയ്ക്ക് ഡെലിവറി പെയിൻ വരുവാണ്. ഈ സമയം സന്ധ്യയും നായകനും കൂടി പെട്ടെന്ന് നായകനെ അവിടുന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുവാണ്. അടുത്ത സീനിൽ നായകനും സന്ധ്യയും കൂടി ആശുപത്രിയുടെ പുറത്ത് അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നു. ഈ സമയം സന്ധ്യ വിചാരിക്കുന്നുണ്ട് ഇനി സത്യങ്ങളെല്ലാം നായകനെ അറിയിച്ചാലോ എന്ന്. അതായത് നായകനെ പണ്ട് പ്രണയിച്ചുകൊണ്ടിരുന്ന പെണ്ണാണ് താണെന്നുള്ള കാര്യം. അങ്ങനെ അവളത് പറയാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ അവിടേക്ക് നേഴ്സ് വന്ന് നായകനോട് പറയുകയാണ് നിങ്ങൾക്കൊരു കുട്ടിയുണ്ടായെന്ന്. ഇത് കേട്ട നായകൻ ഒരുപാട് സന്തോഷിക്കുന്നു. സന്ധ്യ കേട്ടില്ല എനിക്കൊരു കുഞ്ഞുണ്ടായെന്ന്, വാ നമുക്ക് പോയിട്ട് കാണാമെന്നും പറഞ്ഞ് സന്ധ്യനെയും കൂട്ടിക്കൊണ്ട് അവൻ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി പോകുന്നു. ഇനി എന്തായാലും ഈ കാര്യങ്ങളൊന്നും നായകനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ നായകൻ കൂടുതൽ സങ്കടപ്പെടുകയുള്ളൂ. അതുകൊണ്ട് ഇനി ഈ കാര്യം അവനെ അറിയിക്കണ്ടെന്ന് വിചാരിച്ച് സന്ധ്യ അതെല്ലാം മറന്നു കളയുന്നു. അങ്ങനെ ഇപ്പൊ നായകന്റെ കൂടെ അകത്തേക്ക് എത്തി നായകനെയും കുഞ്ഞിനെയും കണ്ട് സന്ധ്യ അവിടെ നിന്ന് ഇറങ്ങുവാണ്. അതിന് കാറിൽ വന്നിരുന്ന് നായകനെ പറ്റി ആലോചിച്ച് അവൾ ഒരുപാട് കരയുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള എൻഡിങ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിപ്പിക്കുന്നത്. സോ ഫ്രണ്ട്സ്, ഈ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ മൂവി കണ്ട നിങ്ങളുടെ എല്ലാവരും അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എനിക്ക് ചെയ്യുന്നു. സോ താങ്ക് യു എവരിവൺ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.